ആലപ്പുഴ ചേർത്തലയിൽ 5 വയസ്സുകാരൻ അമ്മയുടെ ക്രൂര പീഡനമെന്ന് പരാതി. കുഞ്ഞിന്റെ മുഖത്തും കഴുത്തിലും അടിയേറ്റ് മുറിഞ്ഞ പാടുകൾ. അമ്മ കഴുത്ത് ഞെരിച്ചെന്ന് കുഞ്ഞ് പ്രതികരിച്ചു. ഇതിനു മുൻപ് കുട്ടിയെ രണ്ടാനച്ഛൻ മർദ്ദിച്ചതിൽ പോലീസ് കേസെടുത്തിരുന്നു. കഴുത്തേലും ഇവിടത്തേക്ക് പാടെ മുറിവ് എങ്ങനെ സംഭവിച്ചതാ? കഴുത്തിലെ പാടം അത് കഴുത്തിന് കുത്തി പിടിച്ചല്ലേ? ഈ അമ്മ എപ്പോഴും മോനെ തല്ലുവോ? എന്തിനാ തല്ലുന്നവരങ്ങനെ? വെറുതെ എന്ത് ചെയ്യും? അടിക്കുമല്ലേ? ആരൊക്കെ അടിക്കും? വെറുതെ അടിക്കുമോ? വീടൊക്കെ അടിക്കും, എല്ലായിടത്തും അടിക്കുമോ? അപ്പം അമ്മ എന്ത് പറയും? അച്ഛന് വഴക്കുള്ളോ? അച്ഛൻ കള്ളു കിട്ടുമോ? എല്ലാ ദിവസവും അടിക്കുമോ? ആണോ? എന്തിനാ വെറുതെയോ? വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ചേർന്നു. സുധീഷ്, ചേർത്തലയിൽ 5 വയസ്സുകാരന് ക്രൂരമർദ്ദനമാണ് അമ്മയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കുട്ടി പ്രതികരിച്ചത് പറഞ്ഞതുപോലെ തന്നെ കാരണമില്ലാതെ മർദ്ദിച്ചു, കഴുത്തിൽ കുത്തിപ്പിടിച്ചു എന്നൊക്കെ കുട്ടിയും പറയുന്നുണ്ടല്ലേ? ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി ലഭിക്കുകയും ചൈൽഡ് ലൈൻകാരും മറ്റും ഇടപെടുകയും മറ്റും ചെയ്യുകയും ഈ രണ്ടാനച്ഛനെ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. റിമാൻഡിൽ കഴിയവേ രണ്ടാനച്ഛൻ മരണപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇപ്പോൾ അതിന്റെ കൂടി ഒരു ദേഷ്യത്തിലാണ് അമ്മയുടെയും മറ്റും മർദ്ദനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയും അമ്മൂമ്മയും ഉപദ്രവിക്കും എന്നതാണ് പറയുന്നത്. ഈ കുട്ടിയുടെ അമ്മ ശശികല എന്നാണ് പേര്. അവർക്ക് ലോട്ടറി വിൽപ്പനയാണ്. ഇവർ കുട്ടിയെ അടുത്തുള്ള കടയിലാക്കിയിട്ടാണ് ലോട്ടറി വിൽപ്പനയ്ക്കും മറ്റും പോകുന്നത്. ആ കടയിലെ സ്ത്രീയാണ് ഈ കാര്യങ്ങൾ കുട്ടി പറഞ്ഞതനുസരിച്ച് അത് PTA പ്രസിഡന്റിനെയും മറ്റും അറിയിച്ചിരുന്നു. 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി. അതിനുശേഷം അത് ചൈൽഡ് ലൈൻകാരെയും പോലീസിനെയും ഒക്കെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. പോലീസ് എന്നാൽ ഈ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും എതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. മുഖത്തെന്നാൽ സ്കെയിൽ കൊണ്ട് അടിച്ചതിന്റെ മുറിഞ്ഞ പാടുകളുണ്ട്, കഴുത്തിൽ ഞെരുക്കി പിടിച്ചതിന്റെ പാടുകളുണ്ട്. ഇത് എല്ലാമാണെങ്കിലും ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല. എന്നാൽ കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് ലൈൻകാർ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ മെയ്യിലാണ് ഇത്തരത്തിൽ കുട്ടിയുടെ രണ്ടാനച്ഛനിൽ നിന്നും മർദ്ദനമേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അയാളെ റിമാൻഡിൽ പോവുകയും ചെയ്തിരുന്നു. അയാൾ ആ റിമാൻഡിൽ കഴിയവെയാണ് മരിച്ചതും. അതിന് കുട്ടി കാരണക്കാരനാണ് എന്ന തരത്തിലുള്ള ഒരു ദേഷ്യം കുട്ടിയോട് ഉണ്ട് എന്നതാണ് സമീപവാസികളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും അതിക്രൂരമായ ഒരു സമീപനമാണ് അമ്മയുടെയും അമ്മുമ്മയുടെയും ഭാഗത്ത് നിന്ന് ഈ കുട്ടിയോട് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ അവരെ ഏൽപ്പിക്കാനുള്ള സാധ്യതയും ഇല്ല. ചൈൽഡ് ലൈനിൽ ഈ കുട്ടിക്ക് വേണ്ട സംരക്ഷണം ഒരുക്കും എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്.